എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ സ്വർണ്ണ വിലയിൽ ഇന്നും കുതിപ്പ് തുടരുകയാണ്. ഇന്നലെ രേഖപ്പെടുത്തിയ പോലെ തന്നെ ഇന്നും 240 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. മെയ് മാസം ആദ്യത്തിൽ ഒറ്റയടിക്ക് വില വൻതോതിൽ കൂടിയിരുന്നു. പിന്നീട് അന്തർദേശീയ വില കുറഞ്ഞപ്പോൾ കേരളത്തിലും വില കുറഞ്ഞു. എന്നാൽ ഓരോ ദിവസവും പതിയെ വില കൂടി റെക്കോർഡിലേക്ക് അടുക്കുകയാണ് സ്വർണം. റൂട്ട് മാറ്റി വൻ വിലയിലെത്തുകയാണ് ചുരുക്കം. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 72,360 രൂപയാണ് വില. 240 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 9,045 രൂപയിലെത്തി. അന്തർദേശീയ വിപണിയിൽ കാര്യമായിട്ടുള്ള വിലമാറ്റമില്ല. 3,328 ഡോളറാണ് വില. ഇനി തിങ്കളാഴ്ചയാകും വിലമാറ്റം പ്രകടമാവുക. ആഗോളതലത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ലെങ്കിലും ഇന്ത്യയിൽ വില കൂടുവാൻ കാരണം അതിർത്തിയിലെ സംഘർഷങ്ങളാണെന്നാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വിപണിയിൽ കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രാധാന്യമേറിയിട്ടുണ്ട്. 22 ക്യാരറ്റിന് വില കൂടിയ സാഹചര്യത്തിലാണ് 18-14 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രിയമേറുന്നത്. ഇന്ന് 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ 7,425 രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക്. അതായത് ഒരു പവൻ സ്വർണത്തിന് 59,400 രൂപ വരും. ആഭരണം വാങ്ങുന്ന വേളയിൽ പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ വില 65,000 എത്തുന്നതാണ്. ആഭരണം വാങ്ങുവാനുള്ള ചെലവ് പൊതുവെ വർദ്ധിച്ചെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 22 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് കുറഞ്ഞത് 78,000 രൂപ വേണ്ടിവരും. ഏറ്റവും താഴ്ന്ന പണിക്കൂലിയിൽ കണക്കാക്കുമ്പോഴാണ് ഈ വില. കേരളത്തിൽ ജുവലറികളിൽ വലിയ ഡിസൈൻ ഇല്ലാത്ത ആഭരണങ്ങൾക്ക് 5% പണിക്കൂലി. സ്വർണത്തിൻ്റെയും പണിക്കൂലിയുടെയും തുകയ്ക്ക് പുറമെ GST കൂടി കൊടുക്കേണ്ടി വരും. സ്വർണം, പണിക്കൂലി എന്നീ തുക ചേർത്തുള്ള സംഖ്യയാണ് 3% GST ആയിട്ട് കണക്കാക്കുന്നത്. ഇതിനു പുറമെ നാമമാത്രമായിട്ടുള്ള ഹാൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. സ്വർണം വിൽക്കുമ്പോഴുള്ള വില നാം പരിശോധിക്കുമ്പോൾ അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ 4% വരെ വില കുറയുന്നതാണ്. പഴയ സ്വർണം വിൽക്കുമ്പോൾ വില നഷ്ടമാണ് നേരിടുക. വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവയൊന്നും കിട്ടില്ല. മാത്രമല്ല സ്വർണത്തിൻ്റെ മാർക്കറ്റ് വിലയും കിട്ടുന്നതല്ല. 2 മുതൽ 4% വരെയുള്ള മാർക്കറ്റ് വിലയായിരിക്കും നമുക്ക് കിട്ടുന്നത്. മാർക്കറ്റ് വിലയിൽ നിന്ന് 1,500-3,000 രൂപ വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വർണം വാങ്ങുന്നവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വില കൂടി വരുന്ന ഘട്ടത്തിൽ ആഭരണം വാങ്ങുവാൻ താല്പര്യമുള്ളവർ അഡ്വാൻസ് ബുക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. ബുക്ക് ചെയ്യുന്ന വേളയിൽ വിലയ്ക്ക് ഏത് സമയവും ആഭരണം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല പിന്നീട് വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. വിവിധ ജുവലറികളിൽ ഈ സ്കീമുകളുണ്ട്. വ്യക്തമായി ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അഡ്വാൻസ് ബുക്കിംഗ് നടത്താവൂ. സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയിരിക്കെ ജുവലറി വ്യാപാരികൾക്ക് പ്രതിസന്ധിയിലാണ്. പുതിയ ആഭരണങ്ങളുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്ന ട്രെൻഡ് കൂടി വരികയാണ്. മാത്രമല്ല സാധാരണ ധരിക്കാറുള്ള ആഭരണങ്ങൾക്ക് കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങളാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത്. യുദ്ധഭീതി ഒഴിഞ്ഞാൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയുന്നതാണ്. ഓരോ രാജ്യങ്ങളും കേന്ദ്ര ബാങ്കുകൾ മുഖേന വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് സ്വർണ്ണവില ഉയരുവാൻ കാരണമാകുന്നത്. ഡോളറിന് പകരം സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോ രാജ്യങ്ങളും. ഇന്ന് ഡോളർ സൂചിക 100.42 രൂപയുടെ വിനിമയ നിരക്ക് 85.42 ഇടിഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാസികൾക്ക് നേട്ടമാകുന്നതാണ്. ക്രൂഡ് ഓയിൽ വില അല്പം കയറിയിട്ടുണ്ട്. ബ്രെൻഡ് ക്രൂഡിന് $64 അടുക്കുകയാണ്. പ്രധാനമായിട്ടും ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.